ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനോ ലൈക്ക് ചെയ്യാനോ പറയുന്നില്ല, നിങ്ങൾ അറിഞ്ഞു ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണേ. നമ്മുടെ അലീനയാണെങ്കിൽ പുറത്തിറങ്ങിയല്ലോ. അലീന പുറത്തിറങ്ങി ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിരൂക്ഷമായ പ്രശ്നങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ അലീനയുടെ പേര് സഹിതം പത്രത്തിൽ അച്ചടിച്ചു വരികയാണ്. പേര് സഹിതം പീഡനത്തിന് ഇരയായിട്ടില്ല എങ്കിൽ പോലും പീഡനത്തിന് ശ്രമിച്ചല്ലോ, അതായത് പീഡിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഒരു പെൺകുട്ടിയുടെ പേരൊന്നും ഒരു പത്രവും എഴുതി ചേർക്കേണ്ടതല്ല. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കഥയാണ്, നമുക്കറിയില്ല. ഏതായാലും കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ അലീനയുടെ പേര് സഹിതം അച്ചടിച്ച് അലീനയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അലീന കത്തികൊണ്ട് കുത്തി രക്ഷപ്പെട്ടു എന്ന് സഹിതമാണ് പത്രത്തിൽ വിശദീകരിച്ച് എഴുതി വരുന്നത്. ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന അലീനയുടെ മാനസികാവസ്ഥ, അലീനയുടെ സ്നേഹമുള്ളവരുടെ മാനസികാവസ്ഥ ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നാളെ അതാണ് ഫുള്ള്. ആ പത്രമാണ് നാളത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നതും നാളത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നതും പത്രം തന്നെയാണ്. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയുടെ കയ്യിൽ ആ പത്രം കിട്ടുകയാണ്. നേരം പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന മുറ്റമടിക്കാനൊക്കെ ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. എല്ലായിടത്തും പത്രങ്ങൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ പത്രവാർത്ത അലീന അറിഞ്ഞിട്ട് നേരെ അലീന ചെല്ലുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്കാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത്, ബാലചന്ദ്രൻ ഇത് അറിഞ്ഞിട്ട്, അതായത് പത്രത്തിലെ വാർത്ത ബാലചന്ദ്രൻ കണ്ടില്ലെങ്കിലും നമ്മുടെ ബാലചന്ദ്രൻ ആരോടാ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല കേട്ടോ എനിക്ക്, നമ്മുടെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്, ഇത് എനിക്കറിയായിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സംഭവിക്കാൻ പോകുന്നതെന്നും ഈ പത്രത്തിൽ അടിച്ചു വരുന്നതിന് മുമ്പ് അതിൽ ഓരോരോ സെന്റൻസ് സഹിതം എനിക്കറിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഗോവർദ്ധനം പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യാനാണ്, ഇപ്പം പറ്റിപ്പോയല്ലോ, എന്ത് ചെയ്യാനാണ് എന്ന് ആ ഒരു രീതിയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് സംസാരിക്കുന്നത്. ഏതായാലും ഇത് നമ്മുടെ വൈജയും കാണുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണ് വൈജയോട് ഇത് പറയുന്നത്. വൈജയോട് പറയുകയാണ്, ഇവനെയൊക്കെ വളർത്തി വലുതാക്കിയേ മാതാപിതാക്കൾ, ഇവനെയൊക്കെയാണോ നിങ്ങളുടെ മകൻ, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അതായത് ഇവനെയൊക്കെ വളർത്തി വലുതാക്കി എന്താ പറയുക, അത്രമാത്രം നാണം കിടന്നൊരവസ്ഥ. പീഡന വീരൻ, ബലാത്സംഗ വീരൻ, ഇവനാണോ നിങ്ങളുടെ മകൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മുടെ വൈജയുടെ തൊലി ഉരിഞ്ഞു പോവുകയാണ്. ആ നേഴ്സിന്റെ മുമ്പില് ഒട്ടപ്പടലം അങ്ങോട്ട് കത്തിച്ചൊലിച്ച് നിന്ന നമ്മുടെ വൈജ അവിടെ അങ്ങോട്ട് എന്താ പറയുക, വാടി കൊഴിഞ്ഞ ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക, നിറ കണ്ണുകളായിട്ട്. തന്റെ മകന് ബലാത്സംഗ വീരൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ. കട്ടാലും മോഷ്ടിച്ചാലും ഇനിയിപ്പോ ഒരാളെ കൊന്നാൽ കൂടി അതിനേക്കാളൊക്കെ ഒരുപടി മേലെ നാണം കെടുന്നൊരു അവസ്ഥയാണ്. എല്ലാത്തിനും ഓരോ സാഹചര്യങ്ങളുണ്ടല്ലോ. കക്കുകയാണെങ്കിൽ എന്താ, ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാ കക്കുന്നത്, പൈസ ഇല്ലാത്തത് കൊണ്ടാ കക്കുന്നതെന്ന് പറയാം. ഇപ്പം ഒരാളെ നമ്മൾ വേറൊരു രീതിയിൽ അടിക്കുകയാണെങ്കിൽ, ഉപദ്രവിക്കുകയാണെങ്കിൽ, അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളെ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടാണ് എന്ന് പറയാം. പക്ഷെ ബലാത്സംഗം എന്ന് പറയുന്നത് അതൊന്നും അല്ല. ബലാത്സംഗം എന്ന് പറയുന്നതിന് ഒരു കാരണവും ഇല്ല. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം നമ്മൾ പറയ്ക്കാൻ അറയ്ക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. അപ്പം അതുപോലെ നമ്മുടെ വൈജ അവിടെ നിന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ ഉരുകി തീരുകയാണ്. അവരുടെയൊക്കെ മുമ്പിലത്തെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ വൈജയ്ക്ക് ഒരു ആൻസർ ഇല്ല. അതിന്റെ കൂടെ നമ്മുടെ അലീനയുടെ പേര് സഹിതം അച്ചടിച്ചു വന്നോ ഇല്ലയോ എന്ന് തിരക്കാൻ പോലും വൈജയ്ക്ക് പറ്റിയിട്ടില്ല. വൈജയ്ക്ക് ആസ്വദിക്കാൻ സമയമില്ല. വൈജ എങ്ങനെ ആസ്വദിക്കും അല്ലേ? വൈജ അല്ലെങ്കിൽ ആസ്വദിച്ചേനെ. അലീനയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അലീനയെ പീഡിപ്പിച്ചു, അലീനയുടെ പേര് പത്രത്തിൽ ഇങ്ങനെ ഒരു പീഡന കേസിന് ബലാത്സംഗത്തിന് വന്നെന്ന് പറയുമ്പോഴത്തേക്കും വൈജ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് അതുപോലും സന്തോഷിക്കാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ് വൈജയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുകയാണ് കേട്ടോ അലീനയെ. ചേച്ചി എന്താ ചേച്ചി അവിടെ പോയിട്ട് എന്തൊക്കെയാ അനുഭവിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ എന്തൊക്കെയാ ഞങ്ങൾ കേൾക്കുന്നത് കാണുന്നത്, ചേച്ചി എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, മോളെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ, ഏതുമായിക്കോട്ടെ എന്റെ പേര് പത്രത്തിൽ അച്ചടിച്ചു വരികയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. കാരണം ഇവിടെ എൻ്റെ അച്ഛനുണ്ട്, എനിക്ക് ജന്മം നൽകിയതല്ലെങ്കിലും എന്നെ ചങ്കു പറിച്ച് സ്നേഹിക്കുന്ന എൻ്റെ അച്ഛനുണ്ട്. ആ അച്ഛനാണ് ഇപ്പൊ ഓരോ ദിവസവും അപമാനപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇഷ്ടമല്ലെങ്കിലും ഒരമ്മയുണ്ട്, അറിയാലോ, അതെന്റെ സ്വന്തം അമ്മയാണ്. ഞാനിങ്ങനെ ഈ രൂപത്തോടെ ഈ ഭാവത്തോടെ ഞാൻ ഇങ്ങനെ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെയാണല്ലോ അത്. ആ അമ്മയ്ക്ക് ഞാൻ മകളാണെന്ന് അറിയാതെയല്ലേ ആ അമ്മ എന്നോട് ക്രൂരതയൊക്കെ കാണിക്കുന്നത്. ഒരുപക്ഷെ മകളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ചേനെ.
അതുകൊണ്ട് എനിക്ക് എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? പിന്നെ എന്റെ സഹോദരങ്ങളെ ഞാൻ കൈയൊഴിയാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല, അതിനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പം 2 പെൺകുട്ടികളാ വീട്ടിൽ ഒറ്റയ്ക്കുള്ളത്. അവരെയും ഇട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് ഞാൻ വരണോ? ഈ വീട്ടിൽ നിന്ന് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് വരണോ? എല്ലാവരെയും സങ്കട കടലിലാക്കിയിട്ട് ഞാൻ വരണോ? പറ്റില്ല ഒരിക്കലും. മനസാക്ഷി ഇല്ലാത്തവളല്ല ഈ അലീന, മനസ്സുള്ളവളാണ്, അലിവുള്ളവളാണ്. അതുപോലെ നമ്മുടെ ബ്രിജിത്താമ്മ പഠിപ്പിച്ച ഓരോരോ പാഠങ്ങളും എന്റെ മനസ്സിലുണ്ട്. ഒരിക്കലും മനസാക്ഷി ഇല്ലാതെ ഈ അലീന പ്രവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ ഇഷ്ടം. എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നും അലീന ചേച്ചി സഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുവാ. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലേറെ ഉപദ്രവം എന്റെ അലീന ചേച്ചിക്ക് കിട്ടി, മനസ്സുകൊണ്ട് വേദനിപ്പിച്ചു, അവരുടെ നോട്ടം കൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ അലീന ചേച്ചി പറഞ്ഞില്ലേ. അതിന്റെ കൂടെ ഇപ്പൊ ലോകമെമ്പാടും ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ഒരു പെണ്ണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ നാട്ടുകാര് അതുപോലെ എന്റെ അലീന ചേച്ചിനെ കരിവാരി തേക്കുമ്പോൾ അവിടെ വീണ്ടും അവരോർക്കുന്നത് എന്താ? ബലാത്സംഗം ചെയ്തിട്ട് ആ വീട്ടിൽ വീണ്ടും നിൽക്കുകയാണെന്ന്, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ വീട്ടിൽ വീണ്ടും നിൽക്കുകയാണെന്ന്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ എന്റെ അലീന ചേച്ചിനെ എങ്ങനെയാ കണ്ണിക്കൂടെ അവർ കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ്റണില്ല അലീന ചേച്ചി എന്നെ കൊണ്ട് പറ്റണില്ല. അലീന ചേച്ചി അവിടെ നിൽക്കണ്ടേ ചേച്ചി ഇങ്ങ് പോരേന്ന് പറയുമ്പം, ഇല്ല മോളെ ഞാൻ നിൽക്കും, എനിക്കിതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വരാൻ പറ്റത്തുള്ളൂ, എനിക്കെല്ലാം ഒന്ന് സെറ്റ് ആക്കണം, ഈ കുടുംബത്തിന്റെ ആ ഒരു ഭദ്രത അത് ഊട്ടി ഉറപ്പിക്കണം, അതുകൊണ്ട് അത് കഴിയാതെ ഈ അലീന വരില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും അലീന ഇതൊക്കെ കേട്ടിട്ട് മനസ്സിൽ ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോൾ ഇറങ്ങി വന്നിട്ട്, അലീന ചേച്ചിക്ക് പോകാൻ തോന്നുന്നുണ്ടല്ലേ ഇവിടുന്ന്, അലീന ചേച്ചി പെട്ടുപോയല്ലേ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്ന്. അപ്പോഴത്തേക്ക് ഓടിച്ചെന്ന് നമ്മുടെ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് കരയുക. ഇല്ല മോളെ, പെട്ടുപോയില്ല. അലീന ചേച്ചി എന്തിനാ പെടുന്നത്? അലീന ചേച്ചിക്ക് ഇതുപോലെ നല്ലൊരു അനിയത്തിക്കുട്ടീനെ കിട്ടിയില്ലേ, അതുപോലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങള് എല്ലാവരെയും കിട്ടിയില്ലേ. നിങ്ങളെ ഇട്ടെറിഞ്ഞിട്ട് ഈ അലീന ചേച്ചി പോകുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ നന്ദിയില്ലാത്തവളല്ലാട്ടോ ഈ അലീന ചേച്ചി. പോവല്ലോട്ടോ അലീന ചേച്ചി, ഞങ്ങളെ ഇട്ടിട്ട് പോവരുത് അലീന ചേച്ചി. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, ഏതും പറഞ്ഞോട്ടെ, എന്റെ അച്ഛനും ഞാനും എല്ലാവരും അലീന ചേച്ചിനെ സ്നേഹിക്കും. എന്റെ അമ്മയും ഒരു ദിവസം അലീന ചേച്ചിയെ മകളെന്നറിയും. അന്നും എന്റെ അമ്മ അലീന ചേച്ചിനെ സ്നേഹിച്ചു തുടങ്ങും. അതുറപ്പാ, സ്നേഹിക്കും, അത് തീർച്ചയാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അലീന ചേച്ചി പോകരുത് കേട്ടോ. അപ്പം അലീന, ഇല്ല മോളെ പോവില്ല, മോള് വിഷമിക്കൊന്നും വേണ്ടാട്ടോ. എന്തിനാ വിഷമിക്കുന്നത്? പിന്നെ പഠിക്കാതെ ഒന്നും ഇരിക്കരുത്, എങ്ങനെയെങ്കിലും പാഠഭാഗങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അലീന ചേച്ചിയോട് ചോദിച്ചാൽ മതി, അലീന ചേച്ചി വളരെ വിശദമായിട്ട് പറഞ്ഞു തരാം, മോള് വേറൊന്നും കൊണ്ട് പേടിക്കണ്ടെന്ന്. ഏതായാലും ഇതിന്റെ കൂടെ നാട്ടുകാരെ പലതുവാ നമ്മുടെ അലീനയെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. അലീന ആ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. പക്ഷെ അലീനയ്ക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ, ബാലചന്ദ്രന്റെ അടുത്ത് ചെന്നേ പറ്റൂ, ബാലചന്ദ്രനെ കണ്ടേ പറ്റൂ. അങ്ങനെ അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വഴി നീളം അലീനയെ കളിയാക്കുന്ന ഓരോരോ വാക്കുകളും കുത്തുവാക്കുകളും, ഓരോരോ കണ്ണുകൾ അത്ര രീതിയിൽ കളിയാക്കി നോക്കുന്ന ഒരു നോട്ടങ്ങളൊക്കെ, അതൊക്കെ ഒരുപാട് മനസ്സിൽ ഇങ്ങനെ അത് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിൽ പലതും ചിന്തിച്ചിട്ടാണ് അലീന ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നിട്ടും തളരുന്നില്ല കേട്ടോ നമ്മുടെ അലീന, തളരത്തില്ല. ബാലചന്ദ്രനെ ഉയർത്തിക്കൊണ്ട് വരാൻ അലീന അല്ലാതെ വേറെ ആരും ഇല്ല. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് ചെല്ലാണ്, ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്ന ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, നിസ്സഹായ അവസ്ഥയിലാണ് കിടക്കുന്നത്. അലീന ചെന്ന ഉടനെ തന്നെ അലീനയോട് ചോദിച്ചു, അല്ല നീ വന്നല്ലേ, ദേ മോളെ ഈ അച്ഛനൊന്നും പറ്റാണ്ടായിപ്പോയി, ഈ അച്ഛനെ കൊണ്ടൊന്നും കൊള്ളരുതാത്തവനായിപ്പോയി, ഈ അച്ഛനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, നിന്നെ പുറത്തിറക്കാൻ പറ്റിയില്ലല്ലോ. അയ്യോ അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, ദേ ഈ അവസ്ഥയിൽ എന്റെ അച്ഛനെ എങ്ങനെ എന്നെ പുറത്തിറക്കാനാ? എനിക്കറിയാം, ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ വേറെ ആരെക്കുറിച്ചും അല്ല ഞാൻ ചിന്തിച്ചത്, കൃഷ്ണമോളെ കുറിച്ചും അച്ഛനെ കുറിച്ചും ബബിതയെ കുറിച്ചൊക്കെ തന്നെയാണ്. ദേ എനിക്കൊന്നും പറ്റിയിട്ടില്ല, തെറ്റ് ചെയ്തവരല്ലേ ശിക്ഷ അനുഭവിക്കേണ്ടത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പെടാനൊന്നും പോകുന്നില്ല. പിന്നെ രേവതിക്കുട്ടിയും നമ്മുടെ ഗ്രേസി ആന്റിയും മാമച്ചനെങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ വാർത്ത അച്ഛൻ കണ്ടു കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അതെ അച്ഛൻ കണ്ടായിരുന്നു. വാർത്ത കണ്ടായിരുന്നോന്നോ? ആ വാർത്ത കാണേണ്ട കാര്യമില്ലല്ലോ മോളെ, അതിനു മുമ്പ് തന്നെ അച്ഛൻ എല്ലാം മനസ്സിൽ വെച്ചിരുന്നതാണ്, അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. എന്റെ മകന് ശിക്ഷ കിട്ടുന്നത്, എന്റെ മകൻ കോടതിയിൽ ചെന്ന് നിൽക്കുന്നത്, എന്റെ മകനെ പോലീസ് ജീപ്പിൽ നിന്ന് വന്ന് ഇറക്കുമ്പോൾ മീഡിയക്കാരെല്ലാം വന്ന് ചുറ്റും കൂടി ബലാത്സംഗ വീരനായിട്ട് മുദ്ര കുത്തുന്നത്, ഇതെല്ലാം എന്റെ കണ്ണിലൂടെ ഓടുന്നുണ്ട് അച്ഛന്നല്ല സോറി, ഓടുന്നുണ്ട് അലീനെ, എല്ലാം ഞാൻ കാണുന്നുണ്ട് അലീനെ. പക്ഷെ കണ്ടു നിൽക്കാനല്ലേ ഈ നിസ്സഹായനായ ഒരു അച്ഛന് പറ്റത്തുള്ളൂ. അവൻ തെറ്റ് ചെയ്തു പോയി, പക്ഷെ ആ തെറ്റിന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എന്റെ മകൻ എന്ന നിലയിൽ അവനെ
അവനെ എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ അലീന? എനിക്ക് അവനെ വിട്ടുകളയാൻ പറ്റില്ല. അവനെന്റെ മകനല്ലേ, എന്റെ ചോരയല്ലേ. ഞാനല്ലേ അവനെ ഈ കൈ കൊണ്ട് പിടിച്ച് വളർത്തിയതും ഈ കൈ പിടിച്ച് നടത്തിയതും ഈ ഈ കൈ വെച്ചല്ലേ അവനെ ഓരോന്ന് പഠിപ്പിച്ചതും അക്ഷരം കുറിപ്പിച്ചതും എല്ലാം 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 എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ സഹിക്കുന്നത്. ഇപ്പോഴും എല്ലാം സഹിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. എന്നിട്ട് എന്റെ മകനെ കൈവിടാന് എന്നെ കൊണ്ടാവില്ല അലീന, എന്നെ കൊണ്ടാവില്ല. അവൻ എത്ര തെറ്റ് ചെയ്താലും അവൻ എന്റെ മകനല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ പൊട്ടിക്കരയുമ്പോൾ അലീനയ്ക്ക് അതിന്റെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അലീന എന്ത് പറയാനാണ്? അലീന വെറും നിസ്സഹായ അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ കമലയും ആ ഒരു പത്രവാർത്ത കാണുന്നത്. 1-ാം പ്രതിയായി ഹരി, 2-ാം പ്രതിയായി നമ്മുടെ ആരാ, രോഹിത്. ഒയ്യോ കമല, ഇതെന്താ 1-ാം പ്രതിയോ? അങ്ങനെ എങ്ങനെ 1-ാം പ്രതിയായി ഹരി? ഹരി അല്ല 1-ാം പ്രതി, അവനല്ല 1-ാം പ്രതി. 1-ാം പ്രതി രോഹിത്താ, അവനല്ലേ കൂട്ടിക്കൊണ്ടു പോയത് എന്റെ മോനെ. എന്നിട്ട് 1-ാം പ്രതിയായിട്ട് ഹരീനെ വെച്ചിരിക്കുന്നു. ഇത് ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോഴത്തേക്ക് എന്താ ഈ കാണിക്കുന്നത്? 1-ാം പ്രതി ആണെങ്കിലും 2-ാം പ്രതി ആണെങ്കിലും നല്ല കേസാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ 2-ാം പ്രതിയായ കുഴപ്പമില്ലെന്നാണോ അമ്മ പറയുന്നതെന്ന്? 2-ാം പ്രതിയായ കുഴപ്പമില്ലെന്നൊന്നും അല്ല. എന്റെ മോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്കറിയാം. ബാഗിലിരിക്കുന്നത് വല്ലതും ഞാൻ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അണ്ണാക്കിൽ പിരിവെട്ടി ഇവിടെ നിൽക്കും. അമ്മേ, ഞാനൊരു കാര്യം പറയാം. മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല പോലും. അവൻ ഈ വീട്ടിൽ എന്തൊക്കെ വൃത്തികേടുകളും നെറുകേടുകളും കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് ഒരു നുണ വിടാതെ ഒരു ഇത് വിടാതെ അറിയാലോ അമ്മയ്ക്ക്. എന്നിട്ട് വീണ്ടും മകനെ സപ്പോർട്ട് ചെയ്യാൻ നാണമുണ്ടോ? സ്വന്തം വീട്ടിലെ മക്കൾക്കാ ഇത് പറ്റിയതെങ്കിൽ അമ്മ സഹിക്കുവോ? ഇല്ലല്ലോ. ഇവിടെ നിരഞ്ജനയുണ്ടല്ലോ, അവക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ സമ്മതിക്കുവോ ആരെങ്കിലും? അതുപോലെ വൈജയാന്റിക്ക് 2 മക്കളുണ്ടല്ലോ, അവരുടെ വീട്ടിലാണെങ്കിലും വൈജയാന്റി സമ്മതിക്കുവോ? ഇല്ല, ഒരു വീട്ടിലും നടക്കത്തില്ല, ഒരു വീട്ടിലും സമ്മതിക്കത്തുമില്ല. എന്നിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? അവന് ശിക്ഷ കിട്ടിയിരിക്കണം, അവന് ശിക്ഷ കിട്ടണം. കാരണം അവൻ അതുപോലെയുള്ള കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് സംശയം വേറെ ആരെയല്ല, അമ്മയുടെ മകനെ തന്നെയാ. എല്ലാവരും പറയുന്നത് വേറൊന്നുമല്ല, ഹരിയുടെ കാമുകീനെ ഹരി കൂട്ടിക്കൊണ്ടു പോയി. പിന്നെ എങ്ങനെയാ രോഹിത് കുറ്റക്കാരനാകുന്നത്? അവൻ കൂട്ടുനിന്ന് കാണും, അല്ലെങ്കിൽ ഹരി അവനെ കൂട്ട് നിർത്തി കാണും. അല്ലാതെ ഒരിക്കലും രോഹിത് അത് ചെയ്യില്ല എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഹരിയെ പോലെ അല്ല രോഹിത്തിന് ചെറിയ പേടിയുണ്ട്. കാരണം വൈജയും ബാലചന്ദ്രനും രോഹിത്തിനെ വളർത്തിയത്, അല്ലാതെ കമലയല്ല രോഹിത്തിനെ വളർത്തിയത്. ഇത് കേട്ടതും നീ സപ്പോർട്ട് ചെയ്യടാ, നീ സപ്പോർട്ട് ചെയ്യ. സ്വന്തം ചോരയെ സപ്പോർട്ട് ചെയ്യാതെ നീ അവരെ പോയി സപ്പോർട്ട് ചെയ്യടാ. എന്നിട്ട് നീ അവനെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് നിന്റെ അനിയനെ കൊണ്ടുപോയി സെൻട്രൽ ജയിലിനകത്ത് ഇട. എന്നിട്ട് വധശിക്ഷയും കൂടെ മേടിച്ചു കൊടുക്കും. വധശിക്ഷ ചിലപ്പോൾ മേടിച്ചു കൊടുത്തെന്നിരിക്കും. കാരണം തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അതിപ്പോ നിരപരാധിയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കില്ല. നിരപരാധിയാണെങ്കിൽ ഒരിക്കലും ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഹരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിക്ഷ മേടിച്ചു കൊടുക്കും. ആ പെങ്കൊച്ചിന്റെ അവസ്ഥ എന്താണെന്നേ അമ്മയ്ക്ക് അറിയത്തില്ല. ആ പെങ്കൊച്ചിനെ അതുപോലെ ക്രൂരമായിട്ട് ഒരു അമ്മയോട് എനിക്ക് പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയായി പോയി. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു കേട്ടോ. അപ്പൊ അങ്ങനെ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. നമ്മുടെ വൈജയുടെ നിസ്സഹായ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ്. അഹങ്കാരത്തിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തർക്കും അഹങ്കാരത്തിനുള്ള പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും വീണ്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ രാവിലെ എന്നും നമ്മുടെ അലീനയുടെ കഥ ഇടാറുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷം ഡിലേ ആയിരുന്നു. പക്ഷെ നമ്മൾ അപ്കമിങ് വിശേഷം ഇന്ന് രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ വിശേഷം ഡിലേ ആയതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥ രാവിലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയും നമ്മൾ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ നാളെ ഒരു രാവിലെയോട് കൂടി തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ. നമ്മുടെ കാറ്റത്തെക്കിൽ കൂടെ കുറെ പേര് ചോദിക്കുന്നുണ്ട്. കാറ്റത്തെക്കിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാറ്റത്തെക്കിൽ കൂടെ നമ്മൾ ചെയ്യുന്നത് റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ഒരു ചാനലിനകത്താണ്. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ഹായ് എന്ന് ഒരു കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ തരാമേ കാറ്റത്തെക്കിൽ കൂടെ. അപ്പം ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.